ജിത്തുഭായ് റെഡി റെഡി ബുംബായ്. അപ്പൊ സംഗതി വേറൊന്നുമല്ല, ജിത്തുഭായിനെ ഞാൻ വീട്ടിൽ നിന്ന് രാത്രി വലിച്ചെടുത്ത് വണ്ടി കൊടുന്ന് കയറ്റാൻ കാരണം ബൂംബാങ് റിലേറ്റഡ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഓർമ്മ ഉണ്ടോ? പണ്ടല്ല, ജൂലൈയില് പോർക്ക് റിലേറ്റഡ് ആയിട്ട് പോർക്ക് തിന്നരുത് എന്ന് പറഞ്ഞുള്ള ഒരു സംഗതിയിൽ നമ്മുടെ ബൂംബാങ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോക്ക് സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞ ടൈറ്റിലിൽ നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും പോർക്ക്, ബൂംബാങ്, പിന്നെ കുറേ മതം പറയുന്ന ആളുകൾ ഇത് രണ്ടാമതും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൂപ്പിലേക്ക് ചാടി വന്നിട്ടുണ്ട്. സോ മൂപ്പരുടെ ഒരു റീസെൻറ്റ് വീഡിയോ ഞാൻ കാണാനിടയായി. ഓക്കെ, അതിൽ തന്നെ ഇപ്പം കുറേ പേരൊക്കെ റിയാക്ഷൻ വരുന്നുണ്ട്. പന്നി തിന്നരുത്, സയൻസ് പറയുന്നു. ക്യാൻ വി ഈറ്റ് പോർക്ക്? ഈസ് പോർക്ക് സേഫ് ടു ഈറ്റ്? വൈ പോർക്ക് പ്രൊഹിബിറ്റഡ്? വൈ കാൻ വി ഈറ്റ് പോർക്ക്? ഇതാണ് സംഗതി. ഇനി ഇതിൽ തന്നെ കുറേ പേര് പന്നി ഹരമോ ഹറാമോ റിയാക്ടിങ് ടു ബൂംബാങ്. പിന്നെ മറുനാടൻ എക്സ്ക്ലൂസീവിലൊക്കെ ഉണ്ടായിരുന്നു. പന്നി തിന്നരുതെന്ന് ആര് പറഞ്ഞു? ഭക്ഷണത്തിൽ മതം കലർത്തരുത്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ചർച്ചയാവുന്നൊരു ടോപ്പിക്കാണ്. ഞാൻ അപ്ഫ്രണ്ട് ചെയ്യാൻ പറയുന്നു, എനിക്ക് ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത വിശ്വാസികളുടെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഒരു മതവിശ്വാസമില്ലാത്ത തലതെറിച്ച വൃത്തികെട്ടനാണ് ഞാൻ. ജിത്തുഭായി അങ്ങനെയല്ല, അത്യാവശ്യം മതവും ദൈവമൊക്കെ വിശ്വസിച്ച് നടക്കുന്ന, മതം വിശ്വസിക്കുന്ന, അതെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നല്ലവനായ ഉണ്ണിയാണ്. ഞാൻ എപ്പോഴും ഒരു പരിധി എന്റെ വീഡിയോയിൽ ഇരുന്നിട്ട് നിങ്ങളെ ഏർപ്പോക്കാണ്. ഇങ്ങനത്തെ വിശ്വാസം റിലേറ്റഡ് എല്ലാത്തിനും ഞങ്ങളെ പിടിച്ചിടും. തെറിവിളി കേട്ടിട്ട് ഇയാളെ ഏർപ്പോവും. ഒരു കാര്യമില്ലാതെ ആൾക്കാർ നിങ്ങൾ നോക്കുമ്പോ ഇയാള് ചിലപ്പോ അമ്പലത്തിലും പോകുന്നുണ്ടാവും, ചിലപ്പോ പള്ളിയിലും പോകുന്നുണ്ടാവും. എന്നാലും മതവിശ്വാസം റിലേറ്റഡ് വീഡിയോ വരുമ്പോഴത്തേക്ക് ഞാൻ ഇയാളെ പിടിച്ചിടും ചെയ്യും. അപ്പോൾ വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പന്നി, ഇസ്ലാം, മുസ്ലിം, അങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ആക്ച്വലി ഇരുന്ന് നോക്കിയൊരു സംഗതി ഉണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം മതത്തിൽ പന്നി തിന്നരുത് എന്ന് പറയാൻ കാരണം? അതിൻ്റെ റീസൺ എന്താ? നമ്മൾ ആദ്യം ബേസിക്കലി അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പം എനിക്ക് രാവിലെ മുതൽ അറിയുന്ന കുറേ മുസ്ലിം ഫ്രണ്ട്സിനോട്, മതം അറിയുന്ന, മതം പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവരോട്, പിന്നെ മതത്തിൽ അത്യാവശ്യം നോളേജ് ഉള്ള കോമൺ ആയിട്ടുള്ള ആളുണ്ട്, അങ്ങനെ കുറേ പേരോട് ചോദിച്ചോടെ, കുറേ യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്തു. കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യം, മുസ്ലിം മതത്തിൽ ഹറാം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മദ്യപാനം, വ്യഭിചാരം, പലിശ, പന്നി. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതന്ന് അവരുടെ പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞു. അത്ര തന്നെ, ഇത് നോ അതർ റീസൺസ്. പിന്നെ ഈ റീസെൻറ്റ് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പലിശ കാരണം കുറേ പേര് മരിക്കുന്നു, കുറേ പേരുടെ ജീവിതം പോകുന്നു. അതെ, അപ്പൊ പലിശ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാം. മദ്യപാനം കൊണ്ട് കുറെ പേരുടെ ഹെൽത്ത് നഷ്ടപ്പെടുന്നു, ലൈഫ് പോകുന്നു. സോ അത് ആദ്യം അങ്ങോട്ട് ഇതഴുക്കി. വ്യഭിചാരം, കുറെ പേരുടെ ലൈഫ് തൊലയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പിന്നെ എയ്ഡ്സ് വരുന്നു. അങ്ങനത്തെ കേസ് കൊണ്ട് അതും. പക്ഷെ പന്നിയിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ഇക്വേറ്റ് ആവും എന്നുള്ളത് ഇപ്പോഴും സയന്റിഫിക്കലി പന്നി ഒരു പ്രോബ്ലം ആണെന്ന് പറയാൻ പറ്റില്ല. പന്നി കാരണം ഒരു മേജർ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളതും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പന്നി പോലെ തന്നെ പ്രശ്നക്കാരാണ് ബാക്കി ബീഫും ചിക്കനും ഫിഷും ഒക്കെ. അപ്പോൾ പന്നിയുടെ കേസിലേക്ക് വരുമ്പോൾ മാത്രം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സയൻറ്റിഫിക്കലി, അതായത് മതപരമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളത്. മറ്റേ പ്രവാചകൻ പറഞ്ഞു വേണ്ട, അതുകൊണ്ട് വേണ്ട, ഫെയർ ഇനഫ്, വിശ്വാസികൾക്ക് അത് മതി. പക്ഷെ പലരും ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത തലത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവർ നേരെ സയൻസിനെ പിടിക്കും. പന്നി അവർക്ക് വിശ്വാസികൾക്ക് മതപരമായിട്ട് ഇപ്പോൾ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ള മദ്യപാനത്തിന് അവർക്ക് എന്ത് പറയാം, പല കാരണങ്ങൾ പറയാം, ആളുകൾക്കത് മനസ്സിലാവും. വ്യഭിചാരത്തിന് പല കാര്യങ്ങൾ പറയാം, അതവർക്ക് മനസ്സിലാവും. പലിശയ്ക്ക് പല കാര്യങ്ങൾ പറയും, അത് മനസ്സിലാവും. അല്ല, അതെന്താ പറയുക, പല കാര്യങ്ങളും ഇപ്പോൾ പണ്ട് മാമുക്കോൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആള്. അതായത് പണ്ടൊക്കെ ക്യാമറ ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ പ്രശ്നമെന്ന് കേട്ടില്ല. പിന്നെ പാസ്പോർട്ട് വേണ്ടി വന്നപ്പോൾ നമുക്കത് നിർബന്ധമായി ഫോട്ടോ എടുക്കൽ. അപ്പോൾ അത് മെല്ലെ എങ്ങനെ അങ്ങോട്ട് മാറിയിട്ട് അപ്പൊ എന്തുകൊണ്ട് പന്നി എന്നുള്ളതിനൊന്നും റീസൺ വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, പലരും സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ എടുത്ത് വെക്കും. പക്ഷെ സയന്റിഫിക്കലി നോക്കുമ്പോൾ പന്നി എന്ന് പറയുന്നത് എന്തല്ല, ഒരു വിഷയമുള്ള സാധനമല്ല. ഓക്കെ, ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ എവിടുന്ന് പഠിച്ചു കണ്ടു എന്ന് ചോദിക്കണ്ട.
ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം, ഒറ്റ വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ. ഇസ്ലാമിൽ ചില നിഷിദ്ധങ്ങളുണ്ട്. ആ നിഷിദ്ധങ്ങളുടെ മുസ്ലിമിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പടച്ചവൻ നിഷിദ്ധമാക്കി എന്നതാണ്. മദ്യം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ചതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ച മദ്യം അത് നമ്മളിപ്പോൾ അത് ക്യാൻസറിന് കാരണമാകും, പ്രശ്നമാണ് എന്നല്ല നമ്മളിപ്പോൾ പറയുന്നു. പക്ഷേ ആ മദ്യം അന്ന് നിരോധിച്ചതിന് കാരണം എന്താണെന്ന് മുസ്ലിങ്ങൾ അതിൽ നിന്ന് അകന്നു നിന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് എന്നാണ് ഉത്തരം. പടച്ചവനാണ് നന്മ എന്താണെന്ന് അറിയാം, തിന്മ എന്താണെന്ന് അറിയാം. അപ്പോൾ പടച്ചവൻ ഒരു തിന്മയാണെന്ന് പറഞ്ഞ കാര്യം തിന്മയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇതേപോലെ വ്യഭിചാരം ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറയും, അഥവാ തിന്മയാണ്, നിഷിദ്ധമാണ്. നിഷിദ്ധമായതിന് കാരണം എന്താണ്? എയ്ഡ്സ് ഉണ്ടാകുന്നുള്ളത് കൊണ്ടല്ല. ഒരു മുസ്ലിം അത് നിഷിദ്ധമായി ഗണിക്കുന്നത് പടച്ചവനത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇതേപോലെ പലിശ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പലിശ നിഷിദ്ധമാണ് എന്നതിന് അതിനെന്താ കാരണം? ഇപ്പോൾ പല ന്യായങ്ങളും ന്യായീകരണങ്ങളും എല്ലാം പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? അള്ളാഹു അത് നിഷിദ്ധമാണെന്ന് കൽപ്പിച്ചതുകൊണ്ട്. കച്ചവടം അനുവദിക്കപ്പെട്ടതാണ്. കച്ചവടം, വസ്തുക്കൾ തമ്മിൽ കച്ചവടം നടത്തുന്നു, അതിൽ ലാഭം വാങ്ങുന്നു, അനുവദിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് അനുവദിക്കപ്പെട്ടത്? അള്ളാഹു അത് അനുവദിച്ചത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മാംസങ്ങളും അനുവദിക്കപ്പെട്ടു. ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന മാംസങ്ങൾ, പക്ഷികളുടെ മാംസമാണെങ്കിൽ അതിന് പ്രത്യേകമായി ബാക്കി ജന്തുക്കളെ തിന്ന് ജീവിക്കുന്ന ജീവികളല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും മാംസം പൊതുവെ അനുവദിക്കപ്പെട്ടു. പക്ഷേ പന്നി മാംസം ഒഴിച്ച്, പന്നി മാംസം പാടില്ല എന്ന് പറഞ്ഞു. മുസ്ലിമിൻ്റെ മുന്നിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നേർക്ക് നേരെ പറഞ്ഞാൽ പടച്ചവൻ അത് നിരോധിച്ചിരിക്കുന്നു എന്ന്. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ എല്ലാം അയാളതിന് അതിന് വേറെ കാര്യം പറയുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നുള്ളത് അയാൾ പറയുന്നുണ്ടോ? ഇത് മാത്രം തന്നെ പറയുന്നുള്ളൂ. എല്ലാവരും ഇതേ പറയുന്നുള്ളൂ. അതായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് പിന്നെ അവർ പോണത് എങ്ങോട്ട് അറിയോ? എല്ലാവരും സയന്റിഫിക്കലി പന്നിക്ക് മറ്റേ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, പന്നിക്ക് കുറെ രോഗങ്ങളുണ്ട്, പന്നിയുടെ മേത്ത് കുറെ ബാക്ടീരിയാസും പാരസൈറ്റ്സും ഉണ്ട്. അതായത് ബീഫിലും ചിക്കനിലും മീനിലൊക്കെ വിഷയം തന്നെയാണ് പന്നിയിലുള്ള. അതിൽ കൂടുതലായിട്ടുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിന്നുന്നതും വിറ്റ് പോകുന്നതും എന്താ? പന്നിയാണ്. അപ്പൊ പിന്നെ ഒരു സയന്റിഫിക് റീസൺ വെച്ചിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ വ്യഭിചാരം സയന്റിഫിക് റീസൺ വെച്ച് പറയാം, എയ്ഡ്സ് വരുന്നുള്ള പറയാം, ആൽക്കഹോൾ ഡെഫിനറ്റ്ലി സയന്റിഫിക് റീസൺസ് പറയാം, പലിശ ഡെഫിനറ്റ്ലി സയന്റിഫിക് റീസൺ അല്ലെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള റീസൺസ് പലതും പറയാം. പല ജീവനുകളും പോയിട്ടുണ്ട്. ഗ്യാംബ്ലിങ്, അങ്ങനെ പല സാധനങ്ങളും പറയാം, ചൂതാട്ടം, ഇതിലൊക്കെ പറയാം. പന്നിയിലേക്ക് വരുമ്പോൾ സയന്റിഫിക് റീസൺ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? മതപരമായിട്ട് റീസൺ പറയാനുമില്ല അതിന്. പക്ഷെ അത് അങ്ങനെ മുന്നോട്ട് ഇപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം, ഹിന്ദുക്കള് എത്രയോ പേര് ബീഫ് തിന്നുന്നില്ലല്ലോ. കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ? ഗോമാതാവാണ്, അത്രയല്ലേ പറയുള്ളൂ. ദർ ഇസ് നോ അതർ റീസൺസ്. മതപരമായിട്ട് പശുവും പോത്തും തമ്മിലുള്ള വ്യത്യാസമല്ലേ? വാട്ട് എവർ ഇറ്റ് ഈസ്, റീസൺ എന്താ? സംഭവം തന്നെ. അത് എന്താ പറയാ, അതിനെങ്ങനെ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതൊക്കെ അതുകൊണ്ട് കഴിച്ചിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായോ? അതൊന്നും അല്ലല്ലോ. മതപരമായിട്ട് അത് തിന്നാൻ പാടില്ല, തിന്നുന്നില്ല, ഇതല്ല റീസൺ. ഇത്രയേ ഉള്ളൂ. ഇതേ റീസൺ തന്നെയാണ് എവിടെയും വരണേ, പോർക്കിലും വരുന്നത്. താല്പര്യമുള്ളവർക്ക് തിന്നാം, തിന്നാതിരിക്കാം. ഇപ്പൊ മതത്തിനകത്തിരുന്ന് കള്ളു കുടിക്കുന്നവരില്ലേ, വ്യഭിചരിക്കുന്നവരില്ലേ, അങ്ങനെ തിന്നുന്നവരും കാണും. അത്രേ ഉള്ളൂ. പക്ഷെ മതം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ തിന്നാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ പോർക്കിന്റെ കാര്യത്തിൽ വേറൊരു കാര്യമുണ്ട്. മതത്തിൽ പറഞ്ഞ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞത് കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവര് പക്ഷെ പോർക്കിനില്ല. അവിടെ രസം ഞാൻ ആലോചിക്കുന്നത്. അല്ല, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ വെള്ളം അടിക്കൊണ്ട് നിൽക്കുമ്പോ ടച്ചിങ്സ് എന്താ പന്നിയാണ്, പന്നി ഹറാമാണ്. മതത്തില് ഹറാം എന്ന് പറഞ്ഞ ബാക്കി പരിപാടികളൊക്കെ അവർക്ക് ഹലാലാക്കി ചെയ്യും. പന്നി കണ്ടു കഴിഞ്ഞാൽ കൊടു ഹറാമാണ്. പിന്നെ ഹറാം. അതെ. ഓക്കെ. അപ്പൊ എന്താണ് ഇനി ബൂംബാങ്? അതാണല്ലോ നമ്മളെ ടോപ്പിക്. ഞാനിപ്പോ എന്താ പറയാ, നമ്മൾ ഈ സംഗതി ഒന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളൂ. ബാക്ക് ടു ബൂംബാങ് ഒരാളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ടാണ് മൂപ്പരുടെ പരിപാടികൾ തുടങ്ങുന്നത്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രോഹിബിഷൻ ഉള്ളത് കൊണ്ടാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രൊഹിബിഷൻസ് ഉള്ളത് കൊണ്ട് ആണെന്നാണ് പറയുന്നത്. ഇത് പ്രതികരണമൊന്നുമല്ല, ഇത് എൻ്റെ ഈ ഒരു തോട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ മറ്റേ
മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർത്തൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം, ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ, മറ്റേത് ജൈനൻ എന്ന് പറയുന്നത് മറ്റേ ചിമ്പൻസി, മറ്റേത് എന്താ ഇത് 2025. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് തരുന്നുണ്ടോ? എല്ലാവർക്കും ഒരു മരുന്നല്ലേ? നിങ്ങൾ എല്ലാ മനുഷ്യരും കഴിക്കുന്നത് ഒരു ഭക്ഷണം തന്നെയല്ലേ? നിങ്ങൾ ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഇത് ഏതോ വേറെ സ്പീഷീസിൽ പെട്ട എല്ലാ മതവും ഇതാണ് ചെയ്യുന്നത്. മതം ഭക്ഷണം പ്രൊഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. എന്താ കാരണം ഒന്നും അറിയില്ല, കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാരായി? അതതിൽ ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഇവർ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആരെങ്കിലും ആവട്ടെ, ഞാൻ ഒരു മതത്തിനെടുത്ത് പറയണമല്ല, ഒരു കമ്മ്യൂണിറ്റി പറയുകയാണ് ഈ സാധനം കഴിക്കരുത്, അത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഊമ്പന്മാരായി, മുളക് ഊമ്പന്മാർ. അണ്ണൻ എന്ത് ചെയ്തു? അണ്ണൻ എന്താ ആദ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, പോർക്കിനെ തന്നു, പശുവിനെ തന്നു, ഇതിനെ തന്നു, ഇതിനൊക്കെ തിന്നോളം പറഞ്ഞു അല്ലേ? നമുക്ക് എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്നുള്ളത്. അത് നമുക്ക് തിന്നാൻ തോന്നണേ. അല്ലാത്ത ഭക്ഷണം കഴിക്കൂ, പുളിക്കൂ, നമ്മളെ തൊടില്ല. അത് നമുക്ക് പന്നി കഴിച്ചപ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, നമുക്ക് ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടി. അപ്പോഴേക്കും മറ്റൊന്ന് തിരിച്ചറിഞ്ഞു, അയ്യോ പന്നി കഴിച്ച കുഴപ്പമാണെന്ന്. അപ്പോൾ തന്നെ പുള്ളി ഉണ്ടാക്കിയ പരിപാടി തീർന്നുട്ടാ. പുള്ളി ഉണ്ടാക്കിയതിൽ മണ്ടത്തരം പറ്റിയത് കൊണ്ടാണ് നമുക്ക് തിന്നപ്പോൾ പുലിവാലുണ്ടായത്. അത് പുള്ളി അംഗീകരിക്കില്ല. പുള്ളി ആളെന്നെ അയച്ചിട്ട് എന്ത് പറഞ്ഞു? അതെ, ഒരു കുറച്ച് ആൾക്കാരോട് ഇതൊക്കെ പറയണേ, മുഴുവൻ ആൾക്കാരോട് പറയുന്നില്ലേ, കുറച്ച് ആൾക്കാരോട് നിന്നിട്ട് പറയണേ പന്നി കഴിക്കരുത്, പന്നി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമായിരിക്കാം. അപ്പം നമ്മളോട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നമ്മൾ പന്നി തീറ്റ നിർത്തി. മറ്റാൾക്കാർ മുഴുവൻ പന്നി കഴിക്കുന്നുണ്ട്, അവർക്ക് ഇട്ട് യാതൊരു കുഴപ്പമില്ലേനും. എന്നാൽ ആ പന്നീനെ ഇത്രയ്ക്ക് കഴിവുള്ള മനുഷ്യനാണ്, ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ഇല്ലേ? ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പന്നിയുടെ മുകളിൽ ഇത്രയ്ക്ക് മാത്രം പുലിവാലുള്ള എന്തെങ്കിലും ഒരു സാധനം ഒഴിവാക്കുക. ആ സാധനം അല്ലേ അണ്ണന് നിമിഷ നേരം കൊണ്ട് ഈ സാധനം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കോഴിക്ക് ഒരു ശാന്തി കിട്ടും ഇല്ലേ? ഇല്ലേ ഓളുടെ? അപ്പം ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് മൂപ്പരായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കണക്റ്റ് ആവും. കാരണം ഞാൻ ഇതേപോലെ ചിന്തിക്കുന്ന ഒരാളാണ്. ദൈവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവാചകന്മാർ ഇങ്ങനത്തെ ആളുകളൊക്കെ പല രീതിയിലുള്ള നിയമങ്ങൾ, പല കാര്യങ്ങൾ റിലീജിയൻ എന്നുള്ള പേരിൽ അതിൻ്റെ നിയമപുസ്തകങ്ങളിലൊക്കെ ആയിട്ട് പലതും ഉണ്ട്. കാലത്തിനനുസരിച്ച് ഇതിൽ വല്ല മാറ്റങ്ങളും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവുമാണ്. ഇപ്പോഴും ഈ 2025 വന്നിരുന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത, ഒട്ടും നമുക്ക് റിയൽ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത, ഇനി ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളൊരു 10-20-30 കൊല്ലം പുറകോട്ട് പോകുന്ന രീതിയിലുള്ള മതനിയമങ്ങളും മതത്തിലെ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പല മതങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതിൽ വിശ്വസിക്കാത്ത ഒരു എയ്ത്തിസ്റ്റ് സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അങ്ങേര് പറഞ്ഞ ബൂംബാങ് പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് കണക്റ്റായി. അല്ല എന്താണെന്നറിയോ, ഇതിലിപ്പോൾ കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം പണ്ടത്തെ പോലെ ആൾ പറഞ്ഞ പോലെ 2025 ഒരുപാട് ആളുകൾ എല്ലാം കണ്ണടച്ച് വെച്ചു. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ 2 മൈനേനെ കണ്ടു കഴിഞ്ഞാൽ, അല്ല 1 മൈനേനെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു, ഇനിയിപ്പോൾ ആ വഴിക്ക് പോകണ്ടെന്ന് പറയുന്നൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും അത് വിശ്വസിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുപോലെ ആളുകൾ എന്താ പറയാ, എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കണമെന്നുണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ല മൈനെ പോലെ അല്ല ഈ പോത്തിന്റെ ഈ ഇതിന്റെ കാര്യം. ബീഫ് ഇപ്പൊ ഹിന്ദുക്കൾക്ക് ബീഫ് ഉള്ള പോലെ ഇപ്പൊ ഞാൻ പറയാലോ, ടു ബി ഹോണസ്റ്റ്, സ്നേഹ ബീഫ് കണ്ടെന്തായാലും ഇല്ല, അവള് കഴിക്കില്ല, ഓടും. ഓളെന്താ കൊല്ലണ പോലെയാണ് നമുക്ക് ബീഫ് കണ്ടു കഴിഞ്ഞുള്ള വിഷയം. അവള് കഴിക്കില്ല. അതേപോലെ കുറെ ആൾക്കാരുണ്ട് വീടുകളിൽ ബീഫ് കഴിക്കില്ല, അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് പന്നി വന്നാണ്. ഇപ്പൊ ഞാൻ പറയാലോ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് സംഗതി ഓനും എൻ്റെ വാപ്പി ഇരുന്ന് അടിക്കും. ഹറാമാണ്, പക്ഷെ പള്ളിയിൽ പോകുമ്പോൾ 5 നേരം നിസ്കരിക്കുക, എല്ലാ പരിപാടിയും ചെയ്യും. വീട്ടിനകത്ത് പക്ഷെ സാധനം ഒരു പെഗ് അടിക്കുക വരും. ഹറാമുള്ള സാധനം എന്നാലും അടിക്കും. പന്നി ഏറ്റവും പന്നി വീടിന്റെ ഗേറ്റിന്റെ കോമ്പൗണ്ട് അതാണ് ഒരു ലോജിക്കില്ലാത്ത കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം മുഴുവൻ അല്ലേ. അല്ല ഞാൻ അവിടെയാണ്, ഞാൻ ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നില്ല, ഞാൻ ഒരാളുടെയും മതത്തിലേക്ക് കയറി വരുന്നില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞപ്പോ എതിർത്ത് പറയല്ല, ഡൈജസ്റ്റ് ആവാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഡൈജസ്റ്റ് ചെയ്യാത്ത വിഷയം അവിടെയാണ് വരുന്നത്. ഒരു മതത്തിൽ ഹലാലാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ, കുഴപ്പമില്ല.
ഹറാമാണ് എന്ന് പറഞ്ഞ പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഭയങ്കര സീനാ. എത്ര മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട് ഇല്ലേ? അവരും പന്നി കണ്ടാ ഓടും. വ്യഭിചാരത്തിൻ്റെ കേസ് പറയുന്നുണ്ട്. എത്രയോ ആളുകൾ കള്ളവടി അടക്കമുള്ള പരിപാടികൾക്ക് പോകുന്നുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ചെയ്തിട്ട് പന്നി ചെയ്യാത്ത ആൾക്കാർ എന്താണെന്ന് പറയാം. പന്നി ആകുമ്പോൾ നമുക്ക് എന്താ പഠിച്ചവനോട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ച് ആയും ചെയ്തു. എന്നാൽ പന്നി ആകുമ്പോൾ നമുക്ക് ഒഴിവാക്കിയപ്പോൾ അതിന് പകരം ചിക്കനും ബീഫൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പ്രാക്ടിക്കലി 2025 വരുമ്പോൾ ഒരു മനുഷ്യന് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു, കാരണം പന്നിക്ക് ഇവർക്ക് റീപ്ലേസ് ചെയ്തിട്ട് ബീഫ് കഴിക്കാം. അതേ പറഞ്ഞത് അതിന് പകരം മറ്റതൊക്കെ ഉണ്ട്. പലിശക്ക് പലിശ തന്നെ വേണം. പൈസക്ക് പൈസ, പലിശക്ക് പലിശ, പെണ്ണിന് പെണ്ണ്, വ്യഭിചാരത്തിന് വ്യഭിചാരം, കള്ളിന് ലഹരി, അതൊക്കെ വേണം. അപ്പൊ പിന്നെ അത് ചെയ്തേ പറ്റൂ. അതിന് റീപ്ലേസ്മെന്റ്സ് ഇല്ല. നേരെ മറിച്ച് ഭക്ഷണം അങ്ങനെയല്ല. ഭക്ഷണത്തിന് പല ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പന്നി സാധനം കഴിച്ചില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. കാരണം നല്ല ബീഫ്, നല്ല കോഴി, നല്ല സാധനങ്ങൾ അപ്പുറത്ത് കിട്ടണം, അത് കഴിച്ചു പോയാൽ മതി. അല്ല, ഇയാൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കും അത് കറക്റ്റ് ആണല്ലോ തോന്നിയൊരു സംഭവം ഇതാണ്. കുറേ ആളുകൾ കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പന്നി, ഇപ്പോൾ നമ്മളൊക്കെ പന്നിയൊക്കെ കഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് അത് കഴിച്ചുകൊണ്ട് മാത്രം പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അല്ല, ഇത് ഞാൻ പറയല്ലോ, നമ്മൾ അതിലേക്ക് പോകണ്ട. ഇപ്പം അത് പോയി കഴിഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ കയറ്റി കെട്ടും, ഇയാൾ ഈ കൂട്ടത്തിലൊക്കെ ആവും. പിന്നെ നിങ്ങൾ അല്ല, നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് തോന്നുന്ന കൺഫ്യൂഷൻസ് പറയാന്നുള്ളതാണ്. ഞാൻ പറയാലോ, പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലപ്പുറം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് മതപരമായിട്ടുള്ള തിങ്കിങ്ങുകളെ വലിച്ചു കയറി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് മതപരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആരോഗ്യപരമായിട്ട് ഞാൻ പന്നി ഈസ് എ ബിഗ് പ്രോബ്ലം. അല്ല, പന്നി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് മാത്രം ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അതുകൊണ്ടായിരിക്കും. ലോകമെമ്പാടുമുള്ള ജനതയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷിക്കുന്ന ഒരു മീറ്റാണ് പന്നി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ തീട്ടം തിന്നണ പന്നി. അപ്പം അങ്ങനെയൊക്കെയാണ് പന്നിയുടെ ഒരു അറപ്പിന്റെ കോൺസെപ്റ്റ് വരുന്നത്. ഈ തീട്ടം തിന്നണ വേസ്റ്റാണ് കഴിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ ബൂംബാങ്ങിൻ്റെ കംപ്ലീറ്റ് കാണണം. ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് വെക്കുന്നില്ല. കംപ്ലീറ്റ് വീഡിയോ എടുത്ത് വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ അതിൻ്റെ കംപ്ലീറ്റ്. കാരണം അതിൽ സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ, ഈ സ്വെറ്റ് ഗ്ലാൻസ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ ഒരു 1-2 പോർഷൻസ് ഞാൻ വെക്കാം. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. കോഴിയെപ്പോലെയും ബീഫിനെ പോലെയും മീനിനെ പോലെയൊക്കെ ഫാം ചെയ്തുണ്ടാക്കുന്നതാണ് പന്നി. പണ്ടത്തെ പോലെ കാട്ടുന്നോ റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പന്നീനെ പിടിച്ചു കൊണ്ടിട്ട് മറ്റേ തീട്ടം തിന്നുന്ന പന്നീനെ അല്ല വെട്ടിക്കൂട്ടി തരുന്നത്. ചിലപ്പോൾ അല്ല, ഞാനിപ്പോ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്നുള്ളതിനെ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. വേസ്റ്റ് തിന്നണ സംഭവമാണ് അന്നിപ്പോ ഇന്നത്തെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവണം. ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, പണ്ട് ആ കാലഘട്ടത്തിൽ പന്നിയിലൂടെ മാരകമായ എന്തെങ്കിലും ഒരു അസുഖം പടരുന്ന സമയമായിരിക്കും. നമുക്ക് കൊറോണ ഒക്കെ ഇത് വന്ന സമയത്ത് എന്താ സുഖം ഞാനിപ്പോ വന്ന സമയത്ത് അന്ന് നമ്മള് അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊന്നും കഴിക്കണ്ടായിരുന്നില്ല. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മരത്തുമ്മ ആണെങ്കിലും അത് കഴിക്കേണ്ട, അത് ഉണ്ടാവും. പ്രവാചകനുള്ള സമയത്ത് പന്നിയിലൂടെ എന്തെങ്കിലും മാരകമായ അസുഖം പറയാൻ വയ്യ. നമ്മളതിനെ ഇതാക്കി പറയല്ല. ചിലപ്പോ അങ്ങനെയുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് മരത്തുമെന്ന് നിലത്ത് വീണ് നമ്മൾ എറിഞ്ഞ് വീണ മാങ്ങ മാത്രമൊന്നുമല്ല വീണെടുക്കണൊക്കെ എടുത്ത് കഴിച്ചെന്നാണ്. പക്ഷെ ഇനിയിപ്പോ വന്നതിന് ശേഷം അയ്യോ അത് കഴിക്കാൻ പറ്റില്ല, ഇനിയിപ്പോ വരുന്ന അങ്ങനെ വല്ലതും ആവാം. അല്ലെങ്കിലും പണ്ട് മുതൽ നിലത്ത് വീണ സാധനം തിന്നരുത് എന്ന് വീട്ടുകാർ പറയാൻ കാരണം എന്താ, പാമ്പ് കൊത്തുന്നു ഫ്രൂട്ട്സ്. പിന്നെ പാമ്പിനാണല്ലോ പണി ഫ്രൂട്ട്സ് കടിച്ചു തിന്നത്. പാമ്പ് കൊത്തിയപ്പോ ഞാൻ പണ്ട് വിശ്വസിച്ചത്. അല്ല, ഞാനത് വിശ്വസിക്കുന്നു. മാങ്ങ പാമ്പ് കൊത്തിണ്ടാവും. അതുപോലെ രാവിലെ ഈ മഞ്ഞിന്റെ ഇത് കിടക്കുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ ഇതിന് മഞ്ഞിന്റെ ഇത് ഇതാണ്. അത് എന്താ പറയാ, പാമ്പ് തുപ്പിയതാണ് പറഞ്ഞിട്ട് ഞാനൊക്കെ എത്ര പേടിച്ചിട്ട് അറിയാം. അത് കണ്ടിട്ട് തീർന്നു. അതിലൊക്കെ ചവിട്ടിയിട്ട് പിന്നെ കാലൊക്കെ പോയി കഴുകി വൃത്തിയാക്കി. ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അല്ലേ, കുറെ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഒരു പോർഷൻ കൂടി വെക്കേട്ടാ. സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണ്. പക്ഷെ പന്നിയാണെങ്കിൽ വിയർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അടുത്ത പോയിന്റ് പറയുന്നത്, സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോണത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണെന്നാണ്. അപ്പം നമ്മൾ എന്താ ഗൂഗിൾ ചെയ്യുക? ടോക്സിൻസ് മനുഷ്യൻ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻസിലൂടെയാണോ? ഒന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ. മനുഷ്യൻ ടോക്സിൻസിനെ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളാലല്ല, ലിവറിനാലാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പൊളിഞ്ഞുകൂടെ വാദം.
പന്നിക്ക് അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ശരിയാ, മനുഷ്യന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ പന്നിക്ക് എങ്ങനെയാണ് ടോക്സിൻ റിമൂവൽ നടക്കണേന്നും കൂടി നമുക്ക് ഗൂഗിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പന്നിക്ക് ടോക്സിൻ റിമൂവൽ അല്ലേ? പന്നിക്ക് ഇപ്പോൾ ചിറകില്ല, ചെകളപ്പൂവില്ല എന്ന് പറയുന്നതിന് തുല്യം അത്. പന്നിക്ക് പന്നിയുടേതായ രീതിയിലാണ് പന്നി ഉരുവായി വന്നിട്ടുള്ളത്. അപ്പോൾ പന്നിക്ക് പന്നിയുടെ ശരീരത്തിൽ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഇതേപോലത്തെ സിസ്റ്റം വേറെ ഉണ്ടാവില്ലേ? തൊലിയുടെ ഉള്ളിൽ കൂടെ തന്നെ പോണ, തൊലിയുടെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് പോണേ. ഞാൻ പറയാ എങ്ങനെ പന്നിക്ക് പുറത്തേക്ക് പോകണ്ടോ, ഇതേപോലെ തന്നെ ലിവറിൻ്റെ ഉള്ളിൽ കൂടെ ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ ലിവറിൻ്റെ ഉള്ളിൽ ഈ ടോക്സിൻ മുഴുവൻ ഇങ്ങനെ ഏറ്റി നടക്കാമെന്ന് വിചാരിച്ച ഒരു ജീവി എന്തപ്പോൾ ഇത്ര എളുപ്പമുള്ള കാര്യം? ഇതെങ്ങനെ ജീവിക്കണ്? ടോക്സിൻ മുഴുവൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ജീവി ചത്തുപോകില്ലേ? ആ ജീവി എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണ്? അപ്പോൾ അതിൻ്റെ മാംസത്തിലുള്ള എല്ലാ ടോക്സിൻസിനും കൃത്യമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പന്നിക്കൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നിങ്ങൾ വേറൊരു തട്ടിപ്പിനെ പോയിട്ട് എന്നെ പോലെയുള്ള ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കണ്ട ഞാൻ എന്താ പറയണേന്നുള്ളത്. അടിച്ചു നോക്കുക, സ്വെറ്റ് ഗ്ലാൻസിലൂടെയാണോ? അല്ല, ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോ എന്ന് അടിച്ചു നോക്കുക. കറക്റ്റാണ്, കിട്ടി. ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ശരിയാണല്ലോ അല്ലേ? പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണ്ടേ ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അടിച്ചു നോക്കുക വേറെ എന്തൊക്കെ മൃഗങ്ങൾക്കാണ് നമ്മൾ കഴിക്കുന്നതിൽ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തത് എന്ന് നോക്കുക. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, മീനിന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോക്സിൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യണത്? നമ്മൾ ചിക്കൻ തിന്നണില്ലേ? നിങ്ങൾ ചിക്കൻ തിന്നണില്ലേ? എന്താ പറയാത്തത് അല്ലേ? അങ്ങനെ ചോദിക്കാമല്ലോ നമുക്കൊരു ചോദ്യം. എന്താ ചിക്കൻ നമുക്ക് തിന്നണം? പന്നി കഴിക്കരുത്. അപ്പോൾ പന്നീനെ നമ്മൾ പടയ്ക്കുക. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, നോക്കിയൊക്കെയോ സെയിം അവസ്ഥയാണ്. മീനിനില്ല സ്വെറ്റ് ഗ്ലാൻസ്. സ്വെറ്റ് ഗ്ലാൻസ് എന്തിനുള്ളതാണ്? അത് അടുത്ത് അടിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് ടെമ്പറേച്ചർ കൂടുകയും കുറയും ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് ചെയ്യണേ. നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം കുറച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ സർഫസിലുള്ള ചൂടിനെ അങ്ങോട്ട് കുറയ്ക്കുക. അതാ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ വരുന്ന സമയത്ത് അതിൽ കുറച്ച് മിനറൽസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നക്കി വെക്കുന്ന സമയത്ത് ചെറിയ ഉപ്പ് രസം ഉണ്ടാവും. പുള്ളിയുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് രസം ടോക്സിനാന്നാ. മനസ്സിലായില്ലേ? ഇങ്ങനെയാ നോക്കുക. ഇത് വേറെ ആരെയും വിളിച്ചു വെച്ചപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കിട്ടുക, അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായി നമ്മൾ ഓരോ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും സ്വെറ്റ് ഗ്ലാൻസ് ഉള്ള ജീവികൾ, മറ്റേത് മറിച്ചത്, ടോക്സിൻ റിമൂവൽ എവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, പന്നി ഹറാം എന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക്കലി ഇതിനെ ഏറ്റുകൂട്ടി കൊണ്ടുവരുമ്പോൾ അതിന് ഗ്രൗണ്ട് കിട്ടുന്നില്ല. ചിക്കൻ ഹലാലും പന്നി ഹറാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെയാണ് സയൻറ്റിഫിക്കലി മതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർക്ക് ആർക്കും പന്നി എന്ന് പറഞ്ഞ സാധനത്തിൽ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റാത്ത വിഷയം ഇവിടെയാണ് കിടക്കുന്നത്. സിമ്പിളാണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ വെച്ച തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ പാടില്ല. അതിലും കൂടുതൽ റീസണിങ് ആരും കൊടുക്കണ്ട പന്നീന്റെ കേസിൽ. അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ അയിമ തൊടാൻ പഠിക്കുന്നതാണ്. അത് പൊളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ അപ്പൊ അവർക്ക് നമുക്കാണെന്നുണ്ടെങ്കിലും വേണ്ട, ഇനി വേറെ കുറച്ച് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന രീതി സംസാരിക്കേണ്ടെന്ന് പാരമ്പര്യമായിട്ട് പൊളിക്കാനും പറയുന്നില്ല, ഒന്നും പറയില്ല. സിമ്പിളായിട്ട് ഇത്രേ പറയുന്നുള്ളൂ. പന്നി എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ സിമ്പിളായിട്ട് ഇത് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ അള്ളാഹു ഇത് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കുന്നില്ല. അതൊക്കെയാണ്, അത്ര മതി. അല്ലാതെ കൂടുതലായിട്ട് അതിലേക്ക് സയന്റിഫിക് റീസൺ ആയിട്ടുള്ള സ്വെറ്റ് ഗ്ലാൻസ്, പാരസൈറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിലേറ്റവും സിമ്പിൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് മതപരമായിട്ട് അത് ഹിന്ദുക്കളാണെന്നില്ല ആരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതപരമായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ. സിമ്പിൾ പരിപാടി, ഇത്ര മാത്രം മതി. അല്ലാതെ ഇത് കഴിക്കുന്നവരെ കൂടി കൺഫ്യൂസ് ചെയ്യുന്ന, ഇത് കഴിക്കുന്ന വലിയൊരു ലോക ജനതയുടെ മുന്നിൽ ഇതെന്തോ വലിയ പ്രോബ്ലമാണ് ഈ പന്നി, സയൻറ്റിഫിക്കലിയും ഇത് ഭയങ്കര പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നവർ പറയുമ്പോൾ ശരിക്കും ചെയ്യാനും പാടില്ല. കാരണം ഞാൻ കഴിക്കണില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാൻ എൻ്റെ അടുത്ത് ഞാൻ ഇന്ന സാധനം കഴിക്കില്ല, അതുകൊണ്ട് നീ അത് കഴിക്കരുത്, അതിന് പ്രശ്നമാണ്, കഴിക്കരുത്. അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇന്നങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഞാൻ അറിയാത്ത കുറെ കാര്യം അടിച്ച് നമുക്ക് നോർമൽ ലൈഫിലുള്ള ആളുകളൊന്നും ഇതിന്റെ ബാക്കിൽ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ പറയാം, ഈ വീഡിയോ ഇട്ട വ്യക്തി ഓക്കെ, ഈ പന്നി കഴിക്കരുത് മുസ്ലിം റിലീജിയൻ പറയാൻ കാരണം സയൻറ്റിഫിക്കലി ഇതാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ സയൻസ് വെച്ച് സംസാരിക്കുമ്പോൾ കോമൺ ഓഡിയൻ ഇത് കാണുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നില്ല, ഇതിന്റെ ബാക്കിലുള്ള ഫാക്ടുകൾ നോക്കുന്നില്ല, റിയാലിറ്റി നോക്കുന്നില്ല. അല്ലാത്തവരെന്താ വിചാരിക്കുന്നത് അറിയോ, ശരിയാണല്ലോ മുസ്ലിങ്ങളോട് പന്നി കഴിക്കരുത് എന്ന് അവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിന് കാരണം ഇതാണ്, സയൻസിൽ ഇത് ഭയങ്കര പൊട്ടയാണെന്ന് പറയുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ആ സയൻസ് ഇത് ആക്ച്വലി പൊട്ടയാണെന്നല്ല പറയുന്നത്. ഇതിനേക്കാൾ പൊട്ടയാണ് ചിലപ്പോൾ ചിക്കനും ഫിഷും ബീഫും, പോർക്കിനേക്കാൾ പൊട്ടയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന പോലെ, ഓക്കെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് നന്നല്ല, മതം സമ്മതിക്കുന്നില്ല, കഴിക്കണ്ട, അതിലേക്ക് സയൻസ് കുത്തിക്കയറ്റണം. മതത്തേക്ക് അല്ലെങ്കിലും സയൻസ് എല്ലായിടത്തും ഒരു കുത്തിക്കയറ്റാറുണ്ടോ? ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ജൈനനാണെങ്കിലും ഫസ്റ്റ് പറയുക എന്താ, മതത്തിലേക്ക് സയൻസ് വരണ്ട, മതത്തിലേക്ക് സയൻസ് കൊണ്ടുവരണ്ട, മതവും സയൻസും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് പോവാൻ പാടില്ല, ഇതന്നെയാണല്ലോ പറയാറ്. പക്ഷെ പന്നിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് സയൻസ് കൊണ്ടുവരും. അതാണ് പ്രശ്നം. ഇവിടെയാണ് എന്നെപ്പോലുള്ളവർക്ക് സത്യം പറഞ്ഞാൽ പ്രോബ്ലം വരുന്നത്. പന്നി വേണ്ടേ, കഴിക്കണ്ട, മതം പറഞ്ഞു കഴിക്കരുത്, കഴിക്കണ്ട, ലോകത്തിൻ്റെ മുന്നിൽ ഇത് കഴിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങളെ മതം പറഞ്ഞു ഇത് കഴിക്കണ്ട, ബിക്കോസ് സയൻറ്റിഫിക്കലിയും ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയണ്ട. മതം പറഞ്ഞു കഴിക്കണ്ട, നിങ്ങൾ കഴിക്കണ്ട, കഴിക്കുന്നവർ കഴിച്ചോട്ടെ, സിമ്പിളാണ്, കഴിക്കുന്നവർ കഴിച്ചോട്ടെ. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റണം കാരണം കൊണ്ടാണെന്നുള്ള. ആൽക്കഹോളിന്റെ കാര്യത്തിൽ കറക്റ്റ് പറയാം, മുസ്ലിങ്ങൾക്ക് പറയാം, എന്ത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അഗ്രി, ഇന്ന പ്രശ്നമുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയാം. മൾട്ടിപ്പിൾ റിലേഷൻസ്, വ്യഭിചാരം, അത് ഇത് പരിപാടി, എയ്ഡ്സ് അടക്കം പല കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതും പറയാം. അടുത്തത് പലിശ പറയാം, പല ആളുടെയും ജീവൻ പോയതും പല പ്രശ്നങ്ങളും പറയാം, ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയാം. അതിനൊക്കെ സയന്റിഫിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യാം. ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സൺ അടിച്ച് മരിക്കുന്നത് ഏത് മീറ്റ് കഴിച്ചിട്ടാണ്? നമ്മൾ പലവട്ടം കേട്ടുള്ളതും ചിക്കനാണ്. ചിക്കൻ, അത് കഴിഞ്ഞാൽ ഫിഷ്. നമ്മളെ മലപ്പുറത്ത് തന്നെ ഈവൻ KFC വരെ പൈപ്പിച്ചിട്ടുണ്ട് ചിക്കനിൽ പ്രശ്നമുണ്ട് എന്നിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പന്നി ഹലാൽ എന്ന് പറഞ്ഞ് പന്നി ഹലാൽ പന്നി ഹറാം എന്ന് പറഞ്ഞിട്ട് അതിന് സയൻസ് കുത്തിക്കയറ്റാതിരിക്കുക അല്ലേ, ആളുകളെ മിസ്ലീഡ് ചെയ്യാതിരിക്കുക. കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട, കഴിക്കുന്നവർ. അതല്ല, അതില് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാക്കി തരാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യും, പറഞ്ഞോട്ടെ. അതെ, അത് പറയണം, ആക്ച്വലി അത് പറയണം. ഓക്കെ, അല്ലാതെ ഇത് ക്രിട്ടിസൈസ് ചെയ്യും. കാരണം നമുക്കിപ്പോ ഈ ഒരു ബൂംബാങ് പറയുമ്പോൾ നമുക്കിത് ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ ആള് വളരെ. ഞാൻ വേറെ എവിടെ തപ്പി നോക്കിയിട്ടും ഞാൻ വേറെ കാര്യം പറയാം, ബൂംബാങ് ഒരു ഡോക്ടർ അല്ല, സയന്റിസ്റ്റ് അല്ല, ഒന്നുമല്ല. പക്ഷേ ഫുഡിന്റെ കാര്യത്തിൽ അയാൾ കഴിക്കുന്ന ഫുഡിലും അയാൾ ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഓരോ ഫുഡിലും അയാൾക്ക് റിസർച്ച് ഉണ്ട്. മാത്രമല്ല അയാൾ ആ ഫുഡുകളൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയ പോലെ അല്ല പറയണത്, അയാൾ കഴിച്ചിട്ടും കഴിക്കാതെ ഒക്കെയാണ് അയാൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അയാൾ ഇത് ചെയ്തിട്ടാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അയാൾ കഴിച്ചിട്ടാണ്, അയാൾ അത് പ്രൂവ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയണത്. ഞാൻ ഇന്നത് കഴിച്ചു പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞത്. അതിലിപ്പോൾ കുറച്ചും കൂടെ എനിക്കൊരു വിശ്വാസത തോന്നിയിട്ടുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആളെപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അയാളത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, പന്നി കഴിക്കുന്നവർ കഴിച്ചോ, കഴിക്കാൻ പാടില്ലാത്തവർ കഴിക്കണ്ട. ഞാൻ എന്താണെങ്കിലും എല്ലാം തിന്നും, ഞാൻ എല്ലാം തിന്നും. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ അല്ല, ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് റോ ആയിട്ടാണെങ്കിലും തിന്നും, ഫ്ലഷ് എന്തോ എനിക്ക് അതിന്റെ ടേസ്റ്റ് മിക്കവാറും അങ്ങനെ തന്നെയാണ് ഞാൻ കഴിക്കാറ്. അപ്പൊ അതങ്ങനെ അങ്ങനെ കഴിക്കുന്നു, അങ്ങനെയാണ്. ചിലർക്ക് അങ്ങനെ ഇപ്പൊ ഇങ്ങനെയും അങ്ങനെ തന്നെയാ തോന്നുന്നു. പച്ചറച്ചി തിന്നാറുണ്ട്, അധികം മീറ്റാണ് തിന്നാറ്. പിന്നെ കേസിലും അങ്ങനൊക്കെ തന്നെയാണ് കഴിക്കുന്ന വളരെ പ്യൂറായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ പ്യൂർ പോലും അല്ലായിട്ടാണ് ഇത് വലിച്ചു കയറ്റുന്നത്. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ നമ്മളിപ്പം ഈ പറഞ്ഞ ഒന്നും കഴിക്കാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് തന്നെ പച്ചക്കറി പല കാര്യങ്ങളാണ് നമ്മൾ കഴിക്കാൻ അവോയ്ഡ് ചെയ്ത് വിടുന്നത്. കഴിക്കണം എന്തായാലും. പക്ഷെ ഇറച്ചി കഴിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും ഇല്ല. ഞാനീ പറയണ ഞാനും പന്നി കഴിക്കണാണ്. എനിക്കും അത് കഴിച്ചുകൊണ്ട് മാത്രമായിട്ട് പ്രശ്നമില്ല. ചിക്കൻ കഴിക്കുമ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ബീഫ് കഴിക്കുമ്പോഴും ഉണ്ട്, പന്നി കഴിക്കുമ്പോഴും ഉണ്ട്. അങ്ങനെ എല്ലാം കഴിക്കുമ്പോഴും പ്രശ്നങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഒന്നും പ്രശ്നങ്ങൾ വരാത്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നുള്ള പച്ചക്കറി കഴിക്കുമ്പോൾ എൻ്റെ വയറ്റിന് പറ്റാത്തത്. അല്ലെങ്കിൽ ഇരുസായിട്ട് എൻ്റെ വയറ്റിന് പറ്റാത്തതാണ് പച്ചക്കറി കഴിക്കുമ്പോൾ. എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് മീനും ഇറച്ചി കഴിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ നോർമലാണ്. അല്ലാത്ത പ്രശ്നം ഞാൻ എപ്പോഴും ടോയ്ലറ്റ് പോക്ക് കൂടുതലാണ് എൻ്റെ പരിപാടി. എന്തോ ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇത് തോന്നുന്നു എനിക്ക്, ശരിയാവണില്ല. എന്താണെങ്കിലും പന്നി ബൂംബാങ് റിലീജിയൻ അങ്ങനല്ല, പന്നി ബൂംബാങ് റിലീജിയൻ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്താ പറഞ്ഞു. എല്ലാം കൂടി ആയിട്ട് കംപ്ലീറ്റ് അല്ലേ? ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇനി പറ. എന്താണെങ്കിലും ഇതില് മതം പറയുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് ആലോചിച്ചൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും കേൾക്കും,
കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറയാനുള്ള നമ്മള് കണ്ണും മൂക്കൊന്നുമില്ലാതെ അങ്ങോട്ട് ഈ അത് പറഞ്ഞോന്ന് വെച്ചിട്ടാവും പറയാ എന്താണ് ഇതിൽ പറയണെന്ന്. ഈ മുമ്പാങ്ങനെ വീഡിയോ പല ആൾക്കാരും അങ്ങനെ പന്നി കഴിക്കാൻ പറഞ്ഞു എന്നാ കൊടുക്കണ എന്താ പറഞ്ഞത് എങ്ങനെ പറയാ, കയ്യിലൊരു ഗ്ലാസ്സിൽ സാധനം പിടിച്ചിട്ടുണ്ടാവും. അതെ പറച്ചോനേ മദ്യം ഹലാൽ പന്നി ഹറാം എന്ന് പറഞ്ഞിട്ടാവും. 2 റൗണ്ട് ഒഴിക്കടാ, ഒഴിച്ചിട്ട് 2 വർത്താനം പറയാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആവും ചിലപ്പോ. ഓക്കെ ബൈ. അതെ ബൈ.